അവ്വൽ എന്ന് പറയുന്ന ഈ മാസം മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം നടന്ന മാസമാണ് എന്ന് മഹാഭൂരിപക്ഷ പണ്ഡിതന്മാർ പറയുന്നു. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോയ മാസം കൂടിയാണ് ഈ മാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് നടന്ന മാസമാണ് ഈ മാസം. ഒരു മുസ്ലിം, ഒരു മുഅ്മിനത്തെന്ന നിലക്ക് നമ്മളെല്ലാവരും അതിനൊക്കെ പ്രാധാന്യം നൽകുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഭൂമിയിലേക്ക് ഭൂജാതനാവുക എന്നത് അള്ളാഹു നമുക്കൊരു നിഅമത്ത് നൽകിയതാണ്. തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ ജനിച്ച ദിവസമാണ് തിങ്കൾ. അവിടേക്ക് ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, നിങ്ങൾ കഴിഞ്ഞ ഖുതുബയിൽ അത് കേട്ടിട്ടുണ്ട്. ആ ദിവസമാണ് ഞാൻ ജനിച്ചത്. അങ്ങനെ ഒരു തിങ്കളാഴ്ചയാണ് ഞാൻ നുബുവത്ത് ലഭിച്ച് നബിയായി പ്രവാചകനായത്. ഒരു തിങ്കളാഴ്ച ദിവസമായിരിക്കും എൻ്റെ മരണം എന്ന് പറയാൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹുവിന്റെ അനുവാദമില്ലാതെ പറയാൻ കഴിയില്ല, അറിയുകയുമില്ല. സത്യം അതായിരുന്നു, ഒരു തിങ്കളാഴ്ചയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മരണം, വഫാത്ത്. ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇന്നി വല്ലാഹി ഖദ് അലിംതു അന്ന റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയമൂത്. നേതാവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു എന്നത് സംശയലേശമന്യേ ഉറപ്പുള്ള വിഷയമാണ്, തർക്കമില്ലാത്ത കാര്യമാണ്. ഇതാ മരണപ്പെട്ടിരിക്കുന്നു. വലാകിൻ, പക്ഷേ, ഇന്നമാ അബ്കി അലൽ വഹ്യി അല്ലദി ഖതഅ അന്നാ മിനസ് സമാ, ആകാശലോകത്ത് നിന്ന് വഹ്യ് ഇനി നിലച്ചുപോയല്ലോ എന്നതോർത്തുകൊണ്ടാണ് ഞാൻ വിങ്ങുന്നത് എന്ന്. കാരണം ഇനി ഒരു പ്രവാചകൻ വരാനില്ല. പ്രവാചകന്മാരിലേക്കാണ് വഹയ്യുള്ളത്. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന നബിമാരിലേക്കാണ് വഹയ്യുള്ളത്. അങ്ങനൊരു വഹയ് ഇതാ മുറിഞ്ഞു പോയിരിക്കുന്നു. ഇനി ഒരു വഹയ് ഇവിടെ വരാനില്ല എന്നതാലോചിച്ചുകൊണ്ട് ഞാനിതാ വിങ്ങുന്നു, ഞാൻ കരയുന്നു എന്ന് അവിടുന്ന് പറയുന്നതായി നമുക്ക് വായിക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെക്കുറിച്ചുള്ള സൂചനകൾ ഖുർആനിലും ഹദീസിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന സമയങ്ങളിൽ ധാരാളമായി വന്നിട്ടുണ്ട്. ഖുർആനിലെ ഈ ആയത്തൊന്നെടുത്ത് അതിന്റെ തഫ്സീർ എടുത്ത് നോക്കൂ നിങ്ങൾ. ഇന്നക മയ്യിത്തുൻ, ഓ നബിയേ, താങ്കൾ മരണപ്പെട്ടൊരവസ്ഥയിലെത്തും, താങ്കൾ മരണപ്പെടും. വഇന്നഹും മയ്യിത്തൂൻ, അവരും മരിക്കും. ഓ നബിയെ, താങ്കൾ മരണപ്പെടും. പ്രവാചകരെ, ഇതാ അവരൊക്കെ മരണപ്പെടും. സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി ഇൻദ റബ്ബിക്കും തഖ്തസിമൂൻ, പിന്നീട് പരലോകമെന്ന് പറയുന്ന ദിനത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഇതാ അവരൊക്കെ വന്നിങ്ങനെ തർക്കിക്കുകയും അതുപോലെ വഴക്കിടുകയും ചെയ്യുന്ന ഒരവസ്ഥ നാളെ വരാനിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ 39-ാം അധ്യായത്തിലൂടെ അല്ലാഹു തആല സൂചന നൽകി. നമ്മുടെ നേതാവായ തങ്ങളായ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അപ്പോ റബ്ബിന്റെ അടുക്കലേക്ക് മടങ്ങാനുള്ളവനാണ് ഞാനും. അതിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംശയമുണ്ടായിരുന്നില്ല. വീണ്ടും സൂചന വന്നു, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. ആ സൂറത്ത് ഇറങ്ങിയപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ല, ഈ സൂറത്ത് ഇറങ്ങിയതിൽ നിന്ന് താങ്കൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? തഫ്സീറുകളിൽ അല്ലെങ്കിൽ മുഫസ്സിറുകളുടെ കൂട്ടത്തിലെ റഈസായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് സഹാബാ കിറാമിന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു, എന്റെ പ്രവാചകന്റെ അജൽ അടുത്തിരിക്കുന്നു, അവധി അടുത്തിരിക്കുന്നു എന്ന കൃത്യമാണ്, അല്ലെങ്കിൽ അതിന്റെ കൃത്യതയാണ്, വിശദീകരണമാണ് ഈ സൂറത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന്
പ്രിയപ്പെട്ടവരെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ റമളാനിൽ ഇഅ്തികാഫ് 10 ദിവസമാണ് ഇരിക്കാറുണ്ടായിരുന്നത്. എന്നാൽ ലോകത്തോട് വിട പറയുന്ന അവസാന വർഷം 20 ദിവസമാണ് ഇഅ്തികാഫ് ഇരുന്നത്. അതുകൊണ്ട് സഹാബത്ത് എന്താ ഇങ്ങനെ 20 ദിവസം പ്രവാചകൻ ഇഅ്തികാഫ് ഇരിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ച വന്നപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെ ഇനിയൊരു അവസരം കിട്ടാതെ വന്നാലോ, അതായത് എന്റെ അവധിയിലേക്ക് ഞാൻ പോവുകയാണ് എന്ന സൂചനയായിരുന്നു എന്ന് അതിനെ വിശദീകരിച്ച സ്ഥലത്ത് എനിക്കും നിങ്ങൾക്കും വായിക്കാൻ പറ്റും. സാധാരണ പരിശുദ്ധ ഖുർആൻ നബിയിൽ നിന്ന് ഓതി കേൾക്കാൻ ജിബ്രീൽ ഒരു തവണയാണ് വരാറുണ്ടായിരുന്നത്. എന്നാൽ മരണം സംഭവിച്ച വർഷം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം 2 തവണ വന്നു. പ്രവാചകൻ പറഞ്ഞു, ഇന്ന ജിബ്രീല കാന യുആരിദുനിൽ ഖുർആൻ കുല്ല സനത്തിൻ മറ. എല്ലാ വർഷവും എൻ്റെ അടുക്കലേക്ക് എന്നിൽ നിന്ന് ഖുർആൻ ഓതി കേൾക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരാറുള്ളത് 1 തവണയാണ്. വഇന്നഹു ആറദനിൽ ആം. എന്നാൽ ഈ വർഷം എൻ്റെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അത് കേൾക്കാൻ വേണ്ടി വന്നത് മറത്തൈനി, 2 തവണയാണ്. വല ഉറാഹു ഇല്ല ഹളറ അജലി. ഇതിൽ നിന്ന് ഞാൻ എൻ്റെ അവധി തീർന്നിരിക്കുന്നു എന്നതല്ലാതെ മറ്റൊന്നും ഞാൻ നോക്കിക്കാണുന്നില്ല. എൻ്റെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സാധാരണ വരാറുള്ളത് 1 തവണയാണ്. എന്നാൽ ഈ പ്രാവശ്യം ആവർത്തിച്ച് 2 തവണ വന്നത് ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ അവധി അവസാനിക്കാനായിരിക്കുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ എനിക്ക് നൽകുന്നത് എന്ന് ആരാ പറയുന്നത്? പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഫറിന്റെ അവസാനം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയായി അതിശക്തമായ രോഗത്തിലൂടെ കടന്നു പോവുകയാണ്. 11 ദിവസം ആ പ്രവാചക ഗുരുവര്യൻ തങ്ങളായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗിയായി കൊണ്ട് തന്നെ ഇമാമായി നമസ്കരിച്ചു. അവസാന സമയത്ത് വല്ലാത്ത രോഗം മൂർച്ഛിച്ചപ്പോ ചില സമയങ്ങളിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നമസ്കാരത്തെ അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കാൻ ആവശ്യപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല, ഈ രോഗം മൂർച്ഛിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ച മഹദിയാണ്, നമ്മുടെ ഉമ്മയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് തന്നെ ആയിഷ ബീബിയുടെ അടുക്കൽ നിൽക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരണത്തോടടുത്ത സമയം രോഗം മൂർച്ഛിച്ചപ്പോൾ ഇഷ്ടമെന്ന് പ്രകടിപ്പിക്കുന്ന വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യസ്അലു. പ്രവാചകൻ ഇങ്ങനെ ചോദിക്കുമായിരുന്നു, ഫീ മറളിഹി, തന്റെ അസുഖം ഇങ്ങനെ രോഗ അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ചോദിക്കുകയാണ്. ഏത് രോഗാവസ്ഥയിൽ? മുമ്പും രോഗമുണ്ടായിട്ടുണ്ട്, എന്നാൽ ഏത് രോഗാവസ്ഥയിലാണ്? കാന യസ്അലു ഫീ മറളിഹി അല്ലദീ മാത ഫീഹി, ആ മരണം സംഭവിക്കുന്ന ആ ഘട്ടത്തിലുള്ള രോഗം മൂർച്ഛിച്ചപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, ഐന അന ഗദൻ, നാളെ ഞാൻ എവിടെയാണ് നിൽക്കേണ്ടത്? ഐന, ഞാൻ എവിടെയാണ്? അന ഗദൻ, നാളെ ഞാൻ എവിടെയാണ്? ഇതിങ്ങനെ ആവർത്തിച്ച് ചോദിക്കുകയാണ്. ഐന അന ഗദൻ വ ഐന അന ഗദൻ, നാളെ ഞാൻ എവിടെയാണ്? നാളെ ഞാൻ എവിടെയാണ്? ഭാര്യമാരുടെ വീടുകളിൽ മാറി മാറി താമസിക്കുന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹുജുറാത്തുകളിൽ കഴിയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സൂറത്ത് തന്നെയുണ്ട്, സൂറത്തുൽ ഹുജുറാത്ത്. അറകൾ എന്നതാണ് അതിന്റെ അർത്ഥം. ഭാര്യമാർക്കുണ്ടാക്കിയ അറകളായിരുന്നു. അപ്പോ നാളെ ഞാൻ എവിടെയാണ്? ആവർത്തിച്ചു ചോദിക്കുന്നു. യുരീദു യൗമ ആയിഷ, ഉദ്ദേശിക്കുന്നത് ആയിഷയുടെ ദിവസമാണോ നാളെ? ആയിഷയുടെ അടുക്കലാണോ ഞാൻ നാളെ എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. ഇത് കേട്ടപ്പോ ഭാര്യമാർക്ക് മനസ്സിലായി. ഫഅദീന ലഹു വസ്വാജുഹു, ഭാര്യമാർ എല്ലാവരും കൂടി സമ്മതം കൊടുക്കുകയാണ്. യകൂനു ഹൈസു ശാഅ, പ്രവാചകരെ നിങ്ങൾ എവിടെയാണോ നിൽക്കാൻ ഉദ്ദേശിക്കുന്നത്, ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണോ ഈ രോഗം മൂർച്ഛിച്ച സമയത്ത് നിങ്ങൾ നിൽക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കെല്ലാവർക്കും താല്പര്യമാണ് എന്ന് പറഞ്ഞ് ഭാര്യമാർ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമ്മതം കൊടുക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. അവിടെ വെച്ച് ആളുകളോട് ചോദിക്കുന്നു, സഹാബ കിറാം റളിയല്ലാഹു അൻഹും അവരെ വിളിച്ചുകൂട്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഫമൻ കുന്തു ജലത്തു ലഹു ലഹറൻ
ഫഹാദാ ലഹരി ഫൽയസ്തൻകിദ മിൻഹു. എന്താണ് ആ ചോദ്യം? അല്ലയോ സഹാബാ കിറാം, എന്റെ അനുയായികളെ, എന്റെ കൂടെ നിന്നവരെ, ദീനിനെ സ്നേഹിച്ചവരെ, ഞാൻ നിങ്ങൾക്ക് ദഅവത്ത് നടത്തി, ഞാൻ നിങ്ങളിലേക്ക് അല്ലാഹുവിന്റെ ദീൻ എത്തിച്ചു തന്നു. എന്റെ സഖാക്കളെ, എന്റെ സന്തത സഹചാരികളെ, ഞാൻ നിങ്ങളെ ആരെയെങ്കിലും അടിച്ചിട്ടുണ്ടോ? എങ്കിൽ ഇതാ എന്റെ മുതുക്, ഞാൻ നിങ്ങൾക്ക് എന്റെ മുതുക് കാണിച്ചു തരുന്നു, നിങ്ങൾക്ക് എന്നെ തിരിച്ചടിക്കാമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നു. വമൻ കുൻതു അഖദ്തു മാലൻ ഫഹാദാ മാലി ഫൽയഖുദ്. നിങ്ങൾക്കാർക്കെങ്കിലും ആരുടെയെങ്കിലും സമ്പത്ത് ഞാൻ അപഹരിച്ചിട്ടുണ്ടോ, എടുത്തിട്ടുണ്ടോ? ഇതാ എന്റെ സ്വത്ത്, എടുത്തോളൂ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വമൻ കുൻതു ശതംതു ലഹു അർളൻ. ആരുടെയെങ്കിലും അഭിമാനത്തെ ഞാൻ പിച്ചി ചീന്തിയിട്ടുണ്ടോ, എങ്കിൽ ഇതാ ഫൽയസ്തൻകിദ മിൻഹു. ഞാനിതാ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു, പ്രതിക്രിയ ചെയ്തോളൂ. പ്രിയപ്പെട്ടവരെ, ലോകത്തിങ്ങനെ ഒരു നേതാവ് അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങളായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലാതെ ഒരൊറ്റ നേതാവിനെ ലോകത്തിന്റെ മുമ്പിൽ കാണിക്കാൻ കഴിയില്ല. ലോകത്തിൽ നിന്ന് വിട പറയുകയാണ് എന്ന് തോന്നുന്ന സമയത്ത് ഭരണാധികാരം നടത്തിയ, അധികാരത്തിന്റെ കസേരകളിലിരുന്ന, അല്ലേ, അതിന്റെ ചക്രവാളങ്ങളിലാണ് ഞാൻ എന്ന് വിചാരിച്ചു പോയ, അതിന്റെ ഏറ്റവും വലിയ ഉത്തുംഗതയിലാണ് എന്ന് കരുതിപ്പോയവർ, ഭരണത്തിന്റെ ആ ഓരോ ഘട്ടങ്ങൾ കഴിഞ്ഞുപോയി മരണത്തോട് മല്ലടിക്കുകയാണ് എന്ന് തോന്നുന്ന സമയത്ത് തന്റെ പ്രജകളെ വിളിച്ചു ചേർത്തിട്ട്, ഞാൻ നിങ്ങളെ ആരെയെങ്കിലും അടിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കെന്നെ പകരമടിക്കാം. അല്ല, നിങ്ങളുടെ ആരെങ്കിലും സമ്പത്ത് ഞാൻ അപഹരിച്ചിട്ടുണ്ടോ? എന്റെ സ്വത്തിതാ നിങ്ങൾക്കെടുക്കാം. നിങ്ങളെ ആരെയെങ്കിലും ഞാൻ അഭിമാനത്തിന് ക്ഷതം വരുത്തിയിട്ടുണ്ടോ? നിങ്ങൾക്ക് പ്രതിക്രിയ ചെയ്യാമെന്ന് തങ്ങളായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ലോകത്തിലെ ഒരു രാജാക്കന്മാർക്കും ഭരണാധികാരികൾക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല, ഇനിയും പറയാൻ കഴിയുമെന്ന് 100% നാം ഒരിക്കലും വിശ്വസിക്കാനും പറ്റാത്ത അവസ്ഥയാണ് ലോകത്തുള്ളത്. ആ തങ്ങളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. പ്രിയപ്പെട്ടവരെ, അതും കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. പ്രവാചകൻ ഈ സംസാരം നടത്തിയിട്ട് ളുഹ്ർ നമസ്കരിച്ചു, അവരുടെ കൂടെ ളുഹ്ർ നമസ്കരിച്ചു. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹ്ർ നമസ്കരിച്ചിരിക്കുമ്പോൾ ഒരാൾ എണീറ്റിട്ട് പറഞ്ഞു, നബിയേ, നിങ്ങൾ പറഞ്ഞല്ലോ ഇങ്ങനെ, എനിക്ക് നിങ്ങൾ 3 ദിർഹം തരാനുണ്ട്. ഉടനെ അള്ളാഹുവിന്റെ പ്രവാചകൻ, ആർക്കാണ് ഞാൻ 3 ദിർഹം തരാനുള്ളത്, വരൂ എന്ന് പറഞ്ഞ് ആ പറഞ്ഞാൾക്ക് 3 ദിർഹം തിരിച്ചു കൊടുത്തു. എന്നിട്ട് ഒരാൾ എണീറ്റിട്ട് പറഞ്ഞു, നബിയേ, നിങ്ങൾ എന്നെ അടിച്ചിട്ടുണ്ട്, എനിക്ക് നിങ്ങളെ തിരിച്ചടിക്കണമെന്ന് പറഞ്ഞു. ശരി, വരൂ എന്ന് പറഞ്ഞു. പ്രവാചകൻ തന്റെ ശരീരം കാണിച്ചു കൊടുത്തു. ആ സ്വഹാബി പ്രവാചകനെ കെട്ടിപ്പിടിച്ച് വയറ്റത്ത് തന്റെ ചുണ്ടമർത്തി ഉമ്മ വെച്ചു. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകനെ ചേർത്ത് പിടിച്ച് വിങ്ങി വിങ്ങി കരഞ്ഞു. അത് പകരം ചോദിക്കാനല്ല, മറിച്ചൊരു ചാൻസാണ്. പ്രവാചകന്റെ വടിയോ പ്രവാചകന്റെ കൈയോ സ്വഫൊക്കെ ശരിയാക്കുമ്പോൾ വയറ്റത്ത് തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് പകരം ചോദിക്കാൻ അവസരം വാങ്ങി നബി ഒന്ന് ചേർത്ത് പിടിക്കാമല്ലോ എന്ന് വിചാരിച്ച് സഹാബത്തിന്റെ ഇഷ്ടവും സ്നേഹവുമാണ് ആ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു സഹാബി പറഞ്ഞു. ഇതും കഴിഞ്ഞ് മരണത്തിന്റെ 4 ദിവസം മുന്നിലേക്ക് എത്തുകയാണ്. മഗ്രിബ് നമസ്കരിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായി. ഇശാ ബാങ്ക് കൊടുത്തപ്പോൾ പ്രവാചകന്റെ രോഗം മൂർച്ഛിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇശാ ജമാഅത്തിന് നേതൃത്വം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പോയിട്ട് പറഞ്ഞു, നിങ്ങൾ പോയി അബൂബക്കറെ, താങ്കൾ ചെന്ന് ആളുകൾക്ക് ഇമാമായി നമസ്കരിക്കൂ. 4ാമത്തെ ദിവസം, മരണത്തിന്റെ തൊട്ട് മുമ്പുള്ള 4ാമത്തെ ദിവസത്തെ ആ വൈകുന്നേര സായാഹ്ന സമയവും കഴിഞ്ഞ് മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് പ്രവാചകൻ തന്റെ റൂമിലേക്ക് മടങ്ങി. രോഗം മൂർച്ഛിച്ച് അതേ ഇശാ ജമാഅത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇമാമ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. പിന്നെ 3ാമത്തെ ദിവസത്തിലേക്ക് എത്തുകയാണ്. പ്രവാചകൻ തന്റെ അനുചരന്മാരോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ലാ യമൂതന്ന അഹദുകും ഇല്ലാ വഹുവ യുഹ്സിനു ളന്ന ബില്ലാഹ് അസ്സ വജല്ല. അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾ നല്ലത് വിചാരിച്ചിട്ടല്ലാതെ മരിക്കരുത് കേട്ടോ. 3 ദിവസം ഇനി മരണത്തിലേക്ക്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണ ദിവസം നോക്കുമ്പോൾ ഇനി 3 ദിവസം, തിങ്കളാഴ്ചയാണ് മരിക്കുന്നത്. അതിന്റെ 3 ദിവസം മുമ്പ് പ്രവാചകൻ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു.
സഹാബാക്കളെ, മുഅ്മിനീങ്ങളായിക്കൊണ്ടല്ലാതെ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരണപ്പെട്ടു പോകരുത് കേട്ടോ, നല്ല ശ്രദ്ധ വേണം കേട്ടോ എന്ന് പറയുന്നു. 2 ദിവസം തൊട്ട് മുമ്പെത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗത്തിന് കുറച്ച് ആശ്വാസം തോന്നുകയാണ്. എഴുന്നേറ്റ് നിൽക്കാൻ തോന്നുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് ചോദിച്ചു, അല്ലയോ ളുഹ്ർ നമസ്കരിച്ചോ നിങ്ങൾ? അപ്പോ സ്വഹാബത്ത് പറയുന്നു, നബിയേ, എല്ലാവരും നിങ്ങളെ കാത്തിരിക്കുകയാണ്, എല്ലാവരും പിറകിലേക്ക് നോക്കി നിൽക്കുന്നു, നിങ്ങൾ വരുമോ, നിങ്ങൾക്ക് ആശ്വാസമുണ്ടോ, നിങ്ങൾക്ക് സമാധാനമുണ്ടോ എന്ന് നോക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ 2 സഹാബികളെ വിളിച്ചിട്ട് തോളിൽ കൈയിട്ടു. എന്നിട്ട് പ്രവാചകന്റെ തള്ളവിരൽ മണലിലൂടെ വലിച്ച് പള്ളിയിലേക്ക് എത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഇങ്ങനെ പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ എല്ലാവരും തിരിഞ്ഞു നിന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഇമാമിന്റെ സ്ഥാനത്ത് നിൽക്കുകയാണ്. ഉടനെ പിറകിലേക്ക് മാറുമ്പോൾ പ്രവാചകൻ കൈകൊണ്ട് കാണിച്ചു, വേണ്ട, മാറണ്ട, അവിടെ തന്നെ നിന്നോളൂ. അങ്ങനെ പ്രവാചകൻ സ്വഹാബത്തിനോട് പറഞ്ഞു, എന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തൊട്ടടുത്തേക്ക് ഇരുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായി നിൽക്കുന്ന സ്ഥലത്ത് ഇരുത്തി കൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തൊട്ട് ചാരി നിന്നു. നിസ്കാരം നടന്നു. അന്നത്തെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അന്ന് 2 ഇമാമായിരുന്നു എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അത് ഉറക്കെ സഹാബത്ത് കേൾക്കുന്നത് പോലെ തുടർന്ന് നമസ്കരിക്കുന്നു. സഹാബത്ത് ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ തുടരുന്നത് പോലെയാണ് ജമാഅത്ത് നടന്നത് എന്നാണ് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. വീണ്ടും ഒരു ദിവസം മുന്നിലേക്ക് എത്തുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞായറാഴ്ച ദിവസമാണ് അടിമകളെ മോചിപ്പിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 6-7 ദിനാറ് പ്രവാചകൻ സ്വതക്ക ചെയ്തു അന്നത്തെ ദിവസം. ഇതൊക്കെ ചരിത്രത്തിൽ ഇങ്ങനെ തന്നെ നമുക്ക് വായിക്കാൻ പറ്റുന്നത് കൊണ്ടാണ് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകുന്നത്. അവസാന ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വിളിച്ചു. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ചിലത് ചെവിയിൽ പറഞ്ഞു. ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിരിച്ചു. ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിരിച്ചു. എന്താണ് പറഞ്ഞത് എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോൾ, ഞാൻ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പടച്ചവന്റെ വിളിക്കുത്തരം നൽകി പോകുമ്പോൾ നീ ആശ്വസിക്കണം, അടുത്തത് നീയായിരിക്കും എൻ്റെ കൂടെ വന്നു ചേരുക, അധികം വൈകാതെ എന്ന്. വാപ്പാന്റെ കൂടെ നീ വേഗത്തിലെത്തുമെന്നാണ് ഫാത്തിമയോട് പറഞ്ഞതെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഏതായാലും സഹോദരങ്ങളെ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവർ 2 പേരെയും വിളിച്ചു. പ്രവാചകൻ ചില ഉപദേശങ്ങൾ അവർക്ക് കൊടുത്തു. ലോകത്തെന്ന് വിട പറയുകയാണ്. അവസാനത്തെ ദിനമാണ്. രോഗം മൂർച്ഛിച്ചിരിക്കുകയാണ്. ഇനി മുന്നോട്ട് പോവാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നു നിൽക്കുകയാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവർ 2 പേരെയും വിളിച്ചു, ഉപദേശങ്ങൾ കൊടുത്തു. ഭാര്യമാരെ എല്ലാവരെയും വിളിച്ചു, അവർക്ക് നിർദ്ദേശങ്ങൾ നൽകി. എല്ലാ ഭാര്യമാരോടും അള്ളാഹുവിന്റെ പ്രവാചകൻ സംസാരിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ അങ്ങോട്ട് വന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിലാണ്. അങ്ങോട്ട് വന്നപ്പോൾ ഒരു മിസ്വാക്ക് പോക്കറ്റിലുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരനാണ് വന്നിട്ടുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ചുണ്ടുകൾ ഇങ്ങനെ എന്തോ ചലിപ്പിച്ചുകൊണ്ട് ആ മിസ്വാക്കിലേക്ക് ഇങ്ങനെ നോക്കി. ആയിഷ ബീവി ചോദിച്ചു, അല്ലയോ നബിയെ, നിങ്ങൾക്ക് ആ മിസ്വാക്ക് വേണോ എന്ന് ചോദിച്ചു. അതേ എന്ന് ആംഗ്യം കാണിച്ചു. അതൊരു അറാഖിന്റെ കൊള്ളിയാണ്. അത് കടിച്ച് പാകപ്പെടുത്തി ആയിഷ റളിയല്ലാഹു അൻഹ. നിങ്ങൾ ആലോചിക്കണം, ഇഷ്ടപ്പെട്ട തന്റെ സഹധർമ്മിണിയുടെ ഉമനീർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമനീരും തമ്മിൽ ലയിച്ചു ചേരുന്ന ഒരു മുഹൂർത്തമായിരുന്നു അത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ആ പോക്കറ്റിലേക്ക് ഇങ്ങനെ നോക്കി. അതേ അറബികളുടെ ആ കന്തൂറയുടെ പോക്കറ്റിൽ ആ കൊള്ളി ഇങ്ങനെ കണ്ടപ്പോ അതിലേക്ക് ഇങ്ങനെ നോക്കി. ആയിഷ ബീബി അത് വാങ്ങി. തന്റെ സഹോദരനല്ലേ, ആങ്ങളയുടെ കയ്യിൽ നിന്ന് വാങ്ങി, ഉപയോഗിച്ചിട്ടില്ല. അത് കടിച്ച് പാകപ്പെടുത്തി. അതൊന്ന് പാകമാവേണ്ടതുണ്ട്. അതൊന്ന് കടിച്ച് പാകപ്പെടുത്തി മുത്തുനബിയുടെ പല്ലങ്ങ് തേച്ചു കൊടുത്തപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ എന്ന് പറയുന്ന നമ്മുടെ ഉമ്മയുടെ ഉമനീരും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമനീരും തമ്മിൽ ഇങ്ങനെ ആ മരണത്തിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് ലയിച്ചു ചേരുകയാണ് പ്രിയപ്പെട്ടവരെ. എന്നിട്ട് ആയിഷ ബീവി പറയാണ്, വഹുവ മുസ്ജിദുൻ ഇലയ്യ ലഹ്റഹു യഖൂലു, എന്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നിട്ട് പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഗ്ഫിർലി, പടച്ചവരെ എനിക്ക് നീ പുറത്തുകൊണ്ട. ആരാണ് ഈ പറയുന്നത് പ്രിയപ്പെട്ടവരെ?
എല്ലാ പാപങ്ങളും പുറത്തു തന്നിരിക്കുന്നുവെന്ന് അള്ളാഹു മുൻകൂട്ടി അറിയിച്ച പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അല്ലാഹുമ്മഗ്ഫിർലി, റബ്ബേ എനിക്ക് നീ പുറത്തുകൊണ്ട് റബ്ബേ, വർഹംനി, പടച്ചവനെ എന്നോട് നീ കരുണ കാണിക്ക് റബ്ബേ. എന്താ പറയുന്നത്? റബ്ബേ എനിക്ക് നീ പുറത്തുകൊണ്ട, പടച്ചവനെ എന്നോട് നീ കരുണ കാണിക്ക് റബ്ബേ, വഅൽഹിഖ്നി ബിർറഫീഖ്, എന്റെ ഉന്നതനായ ഇഷ്ടപ്പെട്ട കൂട്ടുകാരിലേക്ക് നീ എന്നെ ചേർക്കണേ റബ്ബേ. ഇത് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ ഇങ്ങനെ ഉയർത്തുന്നു, കാലിങ്ങനെ ചുരുട്ടുന്നു, കാല് നിവർത്തുന്നു, കൈ ഉയർത്തിപ്പിടിക്കുന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ വമാലത് യദുഹു, കൈ ഇങ്ങനെ ചെരിയുകയാണ്, പതുക്കെ പതുക്കെ താഴോട്ട് കൈ ചെരിയുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് വിട പറയാനുള്ള ആ സമയമാണ്. ആ സമയം പ്രിയപ്പെട്ടവരെ, ചുണ്ടുകൾ ഇങ്ങനെ എന്തോ ഉറക്കെ ഉറക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഈ മരണത്തിന്റെ തൊട്ടടുത്ത നിമിഷങ്ങൾക്ക് മുമ്പ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബിയുടെ ചുണ്ടിലേക്ക് തന്റെ കഴുത്തിങ്ങനെ ചെരിച്ചു പിടിച്ച് തന്റെ ചെവി ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. എന്താണെന്നറിയുമോ? മുസ്ലിം ഉമ്മത്തെ നമ്മൾ ഗൗരവമായി കേൾക്കേണ്ടതാണ്. അവിടെ വെച്ച് പറയുന്നു, മരണത്തോട് ആ വേദന തന്റെ ശരീരത്തിൽ ഇങ്ങനെ ലയിച്ചു ചേർന്ന് അനുഭവിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ലഅനത്തുല്ലാഹ്, അള്ളാഹുവിന്റെ ശാപമുണ്ട് കേട്ടോ, അലൽ യഹൂദി വന്നസ്വാറ, ക്രൈസ്തവരെ, ജൂതലോപികളെ, നിങ്ങൾ ഗൗരവമായി ആലോചിക്കണം. പടച്ചവന്റെ ശാപമുണ്ട് കേട്ടോ. വെറുതെ ശപിക്കുകയില്ല. ഒരു സമുദായത്തെയോ ഒരു മനുഷ്യനെയോ അള്ളാഹുവിന്റെ പ്രവാചകൻ വെറുതെ നോവിക്കുകയില്ല. ഒരാളെ കുറിച്ചും വെറുതെ പറയുകയില്ല. ഒരു ചെറിയ തമാശക്ക് പോലും ചിരിക്കാൻ വേണ്ടി പോലും കളവ് പറയാത്ത മുത്തുനബി തങ്ങളായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ലഅനത്തുല്ലാഹ്, അള്ളാഹുവിന്റെ ശാപമുണ്ട് കേട്ടോ. എന്താണ് ആ ശാപത്തിന് കാരണം? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവർ നബിമാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റിയവരാണ്. സെമിത്തേരിയിലേക്ക് പോയി നോക്കൂ നിങ്ങൾ. വലിയ കുരിശ് നാട്ടി, മാർബിളുകൾ ഒട്ടിച്ച്, ടൈൽസുകൾ പതിച്ച്, അത് അവരുടെ ഇഷ്ടമാണ്, അവർക്ക് ചെയ്യാം. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. മുത്തുനബി 1400 വർഷങ്ങൾക്ക് മുമ്പ് പറയുമ്പോ ക്രൈസ്തവരെ കുറിച്ച് പറഞ്ഞു, അവർക്കൊരു നബിയുടെ ഖബർ കിട്ടിയാൽ അവരൊരു ആരാധനാ കേന്ദ്രമാക്കി മാറ്റും. ജൂതന്മാർക്ക് ഒരു നബിയുടെ ഖബർ കിട്ടിയാൽ അത് ആരാധനാ കേന്ദ്രമാക്കി മാറ്റും. വിറക്കുന്ന കൈകളോടെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മരണത്തിന്റെ സമയത്ത് വീണ്ടും പറയുന്നു, അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ തജ്അൽ ഖബരി ഈദാ, എന്റെ ഖബർ നീ ഒരു ഉത്സവ പറമ്പാക്കി വിട്ടുകൊടുക്കരുത് റബ്ബേ. മരണത്തോട് മല്ലടിക്കുമ്പോ പറയുകയാണ്, അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ തജ്അൽ ഖബരി ഈദാ, എന്റെ ഖബറിനെ ഒരു ഉത്സവ പറമ്പാക്കി വിട്ടുകൊടുക്കരുത്. ഉറൂസുകളും നേർച്ചകളും ഖബറിന്റെ മുന്നിൽ നടക്കുമ്പോ 2025 മുസ്ലിം ഉമ്മത്തെ, കരുനച്ചിയിൽ നിന്ന് ഈ ഖുത്ബ കേട്ട് മടങ്ങുന്നവരെ, നമ്മുടെ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ്? ഖബറുകളെ ഉത്സവപ്പറമ്പുകളാക്കി മാറ്റുമ്പോ, ആനക്ക് മതമിളകി ആളുകൾ മരിച്ചു പോകുമ്പോ, അല്ലെ സർക്കസ് കൂടാരങ്ങൾ ഖബറിന്റെ പേരും പറഞ്ഞ് കെട്ടിയുണ്ടാക്കുമ്പോ, മരണക്കിണറുകളും യന്ത്ര ഊഞ്ഞാലുകളും പ്രിയപ്പെട്ടവരെ ഖബറുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെക്കുമ്പോ, ഉത്സവങ്ങളായി മാറുമ്പോ, 1400 വർഷങ്ങൾക്ക് മുമ്പ് റബീഉൽ അവ്വൽ മാസം തിങ്കളാഴ്ച നമ്മുടെ ഉമ്മയേക്കാൾ, നമ്മുടെ വാപ്പയേക്കാൾ, നമ്മുടെ ജേട്ടനേക്കാൾ, നമ്മുടെ മക്കളേക്കാൾ, നമ്മുടെ സ്വത്തിനേക്കാൾ, നമ്മുടെ ആസ്തിയേക്കാൾ, സർവ്വതിനേക്കാളും നാം സ്നേഹിക്കുന്ന തങ്ങളായ മുത്ത് റസൂൽ പറയുകയാണ്, അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ തജ്അൽ ഖബരി ഈദാ, എന്റെ ഖബറിനെ നീ ഒരിക്കലും പടച്ചവനെ ഒരു ഉത്സവവേദിയാക്കി കൊടുക്കരുത് റബ്ബേ. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വതനൻ യുഅബദ്, ആരാധിക്കപ്പെടുന്ന ഒരു ബിംബമാക്കി വിട്ടുകൊടുക്കരുത് റബ്ബേ. ഈ മേൽ പറഞ്ഞ 2 ടീമും അങ്ങനെ നബിമാരുടെ ഖബർ കിട്ടിയാൽ ആരാധനാ കേന്ദ്രവും ഉത്സവ കേന്ദ്രവുമാക്കി മാറ്റും. അതുകൊണ്ട് എന്റെ ഉമ്മത്തിന്റെ മുന്നിൽ അത് വിട്ടുകൊടുക്കരുത്. അല്ലേ, തുരങ്കമുണ്ടാക്കി മുത്തുനബിയുടെ ഖബറിന്റെ മുന്നിലേക്ക് വരാൻ ശ്രമിച്ചവരുണ്ടായിരുന്നു. സൗദി ഗവൺമെന്റ് അതെല്ലാം മുൻകൂട്ടി മനസ്സിലാക്കി അന്നത്തെ കാലത്തു തന്നെ മുത്തുനബിയുടെ ഖബറിന് പ്രൊട്ടക്ഷൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് തുരങ്കമുണ്ടാക്കി അടിയിലൂടെ വരാൻ പറ്റാത്ത വിധത്തിൽ അതിന്റെ ഖബറിന്റെ 4 ഭാഗവും ഭദ്രമാക്കി. അല്ലേ, അത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ റൂം ഈത്തപ്പന ഓല കൊണ്ട് മറച്ചുണ്ടാക്കിയ വീടായിരുന്നു. ദ്രവിച്ചു നുരുമ്പി പൊട്ടിത്തീർന്നു. അത് അവിടെ നല്ല ഒരു റൂമാക്കി ചുമര് കൊണ്ട് കെട്ടി, ഖബറിൽ തൊട്ടിട്ടില്ല.
ഖബർ ചെരക്കല്ല് വാരി വിതറിയ പോലെ ഒരു ചാണുയരത്തിൽ മുത്തുനബിയുടെ ഖബർ ഞങ്ങൾ കണ്ടു എന്ന് സഹാബത്ത് എഴുതി വെച്ചു. റുഫിഅ ഖബറുഹു, മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ഉയർത്തിയിട്ടുണ്ട്. മിനൽ അർളി, ഭൂമിയിൽ നിന്ന് നഹ്വം മിൻ ശിബർ, ഒരു ചാണോളമേ ഉയർത്തിയിട്ടുള്ളൂ. സഹാബത്ത് പറയാ, നബിയുടെ ഖബറിലേക്ക് ഞങ്ങൾ നോക്കുമ്പോ ചെരക്കല്ലിങ്ങനെ വാരി വിതറിയതുപോലെ ഒരു ചാണുയരത്തിൽ ഒരു മണ്ണിന്റെ ചെറിയ ഖബറായിരുന്നു. എന്നാൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ റൂമിനുള്ളിലാണ് ആ ഖബർ. ആ റൂം ഈത്തപ്പന ഓല കൊണ്ട് മറച്ചുണ്ടാക്കിയ റൂമാ. ആ റൂമിനെ സാധാരണ റൂമാക്കി ഉയർത്തി, ഒരാൾക്കും അതിലേക്ക് കയറാൻ പറ്റാത്ത വിധത്തിൽ. അല്ലേ, ഈ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോ, ഞാൻ ആരുടെയും മിമ്പറിൽ വെച്ച് പേര് പറയുന്നില്ല, കേരളത്തിൽ അറിയപ്പെടുന്ന വലിയ പ്രായമുള്ളൊരു പണ്ഡിതൻ പറയുന്നത്, ഈ പ്രാവശ്യം മുടിയിട്ട വെള്ളം കൊടുക്കുമ്പോൾ പ്രത്യേകതയുണ്ട്. ഇത് മിമ്പറിൽ വെച്ച് കുറ്റപ്പെടുത്താനല്ല, എത്ര വലിയ കളവാണ്. വലിയൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് തന്റെ ശരീരത്തിന് വലിയ ആഘാതം സംഭവിച്ച് അവിടെ നിന്ന് ട്രീറ്റ്മെന്റ് കൊണ്ട് റബ്ബിന്റെ പരീക്ഷണം എന്ന നിലയ്ക്ക് വീണ്ടും ജീവിതത്തിന്റെ നടത്തത്തിലേക്കും അതേ ക്രയവിക്രയങ്ങളിലേക്കും കടന്നു വരാൻ ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് അവസരം കിട്ടിയപ്പോ പ്രായമുള്ളൊരു പണ്ഡിതൻ പറയുന്നത്, ഈ പ്രാവശ്യത്തെ വെള്ളത്തിന് പ്രത്യേകതയുണ്ട്. ഒന്ന്, മുത്തുനബിയുടെ ഖബറിന്റെ മേലെയുള്ള പൊടി അടിച്ചു വാരിയെടുത്ത് ഈ വെള്ളത്തിലിട്ടിട്ടുണ്ട്. രണ്ട്, മുത്തുനബിയുടെ ഉമിനീർ ഈ വെള്ളത്തിൽ ചേർത്തിട്ടുണ്ട്. എത്ര വലിയ കളവാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ പറയുന്നത്. നാളെ പരലോകത്ത് കിട്ടുകിടാവിറക്കുന്ന റബ്ബിന്റെ കോടതിയിൽ ചെന്നു നിൽക്കണമെന്ന ബോധം പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവർക്ക് എന്തുകൊണ്ട് കിട്ടാതെ പോകുന്നു, ഇല്ലാതെ പോകുന്നു എന്ന് ഗൗരവപൂർവ്വം ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകത്തുനിന്ന് വിട പറയുന്ന അന്ന് പോലും പറഞ്ഞ വിഷയമാണ് എന്ന നിലക്കാണ് ഞാനിത് സൂചിപ്പിച്ചത്. എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കി കൊടുക്കരുത് റബ്ബേ. എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഉത്സവത്തിന്റെ കേന്ദ്രമാക്കി കൊടുക്കരുത് റബ്ബേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തുനിന്ന് വിട പറയുന്നു. ഇങ്ങനെ കൈ ഉയർത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ ഉയർത്തി ഉറക്കെ പറഞ്ഞു. ആ കൈ പതുക്കെ താഴ്ന്നു. മുത്തുനബി റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ളുഹാ സമയത്ത്, ഘോഷയാത്ര റാലിയൊക്കെ നടക്കുന്ന സമയ, സുബൈക്ക് തുടങ്ങൂല, 8 മണിക്ക് ശേഷം 9 മണിക്ക് ശേഷം 10 മണിക്കൊക്കെ നടക്കുക. ആ സമയത്ത് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ളുഹാ സമയത്ത് ലോകത്തുനിന്ന് വിട പറഞ്ഞു. സഹാബത്ത് ഞെട്ടിത്തരിച്ചു. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഉറക്കെ കരയാൻ ശ്രമിച്ചപ്പോ അതെ സ്വയം നിയന്ത്രണം ചെയ്ത് പതുക്കെ ഒരു സൈഡിലേക്ക് മാറിയിരിക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ഉറയിലിട്ട വാള് കയ്യിലെടുത്തു. ആരാ മുത്തുനബി മരിച്ചു എന്ന് പറഞ്ഞത്? സല്ലല്ലാഹു അലൈഹി വസല്ലം. പറഞ്ഞവനെ ഞാൻ വെട്ടും. ഉമർ ഇബ്നുൽ ഖത്താബ് ധീരനാണ്, ശൂരനാണ്. അദ്ദേഹം പറഞ്ഞു, പറഞ്ഞാൽ ഞാൻ വെട്ടും. എന്റെ നബി മരിച്ചുന്നോ? ഞാൻ സമ്മതിക്കൂല എന്ന്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു മിമ്പറിലേക്ക് കയറി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിമ്പറിലേക്ക് കയറി. എന്നിട്ട് പറഞ്ഞു, മൻ കാന യഅ്ബുദു മുഹമ്മദ, ആരെങ്കിലും മുഹമ്മദ് നബിയെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ മനസ്സിലാക്കിക്കോളൂ, ഫഇന്ന മുഹമ്മദൻ ഖദ് മാത, ആ നബി ഇതാ മരിച്ചിരിക്കുന്നു. ആരെങ്കിലും മുഹമ്മദ് നബിയെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ ആ നബി ഇതാ മരിച്ചിരിക്കുന്നു. വമൻ കാന യഅ്ബുദുല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ ഫഇന്നല്ലാഹ ഫിസ്സമാ, അല്ലാഹ് ആകാശത്തിൽ ഇപ്പോഴുമുണ്ട് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു മിമ്പറിൽ കയറി പ്രസംഗിച്ച് ആയത്തോതിയപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു നിലത്തിരുന്നിട്ട് പറഞ്ഞു, ഈ ആയത്തൊക്കെ ഇപ്പൊ ഇറങ്ങിയതാന്ന് തോന്നുകയാണ്, ഇനി ഞാൻ മിണ്ടണില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, ഇത്ര വലിയൊരു സംഭവം നടന്ന ദിവസമാണ് റബീഉൽ അവ്വൽ 12 തിങ്കൾ. അന്ന് ആ മരണത്തിന്റെ സമയം വരെ ളുഹാ സമയമാണ് അല്ലേ? ആ സമയം, അന്ന് മരിക്കുന്ന അന്ന്, വഫാത്താകുന്ന അന്ന് മുത്തുനബിക്ക് സുബൈക്ക് പോകാൻ കഴിയില്ലല്ലോ. ആ വിരിപ്പ് ഇങ്ങനെ നീക്കി പള്ളിയിലേക്ക് നോക്കി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഇമാമായി നിസ്കരിക്കുന്നത് കണ്ടിട്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാ, എൻ്റെ റസൂൽ മരിക്കുന്ന അന്ന് ഇങ്ങനെ ചിരിച്ചു. ഇല്ല, പേടിക്കണ്ട, എൻ്റെ അനുയായികൾ അച്ചടക്കത്തോടുകൂടി, എൻ്റെ സഹാബാക്കൾ അച്ചടക്കത്തോടുകൂടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു, സമാധാനമായി എനിക്ക് എന്ന് പറഞ്ഞ് ചിരിച്ചു അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. പ്രിയപ്പെട്ടവരെ, മദീന കരഞ്ഞുപോയ സമയമാണത്. മദീന കരഞ്ഞുപോയ സമയമാണത്.
അല്ലെ, സ്വഹാബത്ത് വേദനിച്ച് എന്തു പറയണമെന്നറിയാതെ വല്ലാതെ വേദനിച്ചു പോയ സമയമാണ്. ആ സമയമാണ് പ്രിയപ്പെട്ടവരെ നാം തെരഞ്ഞെടുത്തത് ഘോഷയാത്രയ്ക്ക് വേണ്ടി, അല്ലേ? ആ സമയമാണ് നാം പായസം വിതരണം ചെയ്യുന്നത്. ആ സമയമാണ് സഹാബത്ത് മൂഖരായി പോയ സഹാബത്ത് കണ്ണീര് തുടച്ച്, കണ്ണു നനഞ്ഞ്, കണ്ണുനീർ കുതിർന്ന്, താടിരോമങ്ങളിലൂടെ ഒറ്റി വീണ് വസ്ത്രം നനഞ്ഞു പോയ ആ നിമിഷമാണ് ഞാനും നിങ്ങളും സന്തോഷത്തിന്റെ ദിവസമായി കണക്കാക്കുന്നത്. അല്ലേ പ്രിയപ്പെട്ടവരെ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷക്കാലം പ്രവാചകനായി നിന്നിട്ട് ഇങ്ങനെ ഒരു ജന്മദിനാഘോഷം പറഞ്ഞു തന്നില്ല. ഭാര്യമാർ പഠിപ്പിച്ചില്ല, അവരാരും ചെയ്തില്ല. 1,00,000-ഓളം വരുന്ന സഹാബികൾക്കറിയില്ല, 4 മദ്ഹബിന്റെ ഇമാമുകൾക്കറിയില്ല, താബീങ്ങൾക്കറിയില്ല, തബഅ താബീങ്ങൾക്കറിയില്ല. അവർക്കാർക്കും അറിയാത്തൊരാഘോഷം, ഇത് ദീനിന്റെ 2 പെരുന്നാളിനേക്കാൾ മഹത്തരമായ ആഘോഷമാണ് എന്ന് പറഞ്ഞ് ആഘോഷിക്കുമ്പോ ഒന്ന്, നമുക്കവരോട് ഇല്ല, മനുഷ്യത്വപരമായി വ്യക്തിപരമായി നമുക്കവരോട് വെറുപ്പില്ല, ദേഷ്യമില്ല, ആരോടും നമുക്ക് വൈരാഗ്യമില്ല. പക്ഷേ ഇത് ദീനിലേക്ക് കടത്തിക്കൂട്ടിയതാണ് എന്ന നിലക്ക് മാറി നിൽക്കുക എന്നത്, വിട്ടു നിൽക്കുക എന്നത് എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ് എന്ന് ഈ ഖുത്ബയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് എന്നെയും നിങ്ങളെയും ദീനനുസരിച്ച് ജീവിക്കാൻ, ദീനനുസൃതമായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെയും നിങ്ങളുടെയും ഒക്കെ പ്രിയപ്പെട്ടവരെ, മരണം ഇന്നല്ലെങ്കിൽ നാളെ കടന്നു വരുമ്പോ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം, വഫാത്ത് നമ്മൾ ആലോചിക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുത്തുനബി പറയാണ്, ഇന്നലിൽ മൗതി ലസകറാത്ത്. ആയിഷ, എന്തൊരു വേദനയാണ് ആയിഷ മരണത്തിന്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി ലസകറാത്ത്. ആരാ പറയണത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര പ്രിയപ്പെട്ട നേതാവ്! ഇതിൽ വലിയൊരു നേതാവ് നമുക്കിനി വരാനില്ല, വന്നിട്ടുമില്ല. ആ മഹാനായ നേതാവ് റസൂലുള്ളാഹി പറഞ്ഞത്, ഒരു പാത്രത്തിലെ വെള്ളം ഇങ്ങനെ വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നത് പോലെ, ഒരു പാത്രത്തിലെ വെള്ളം വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നത് പോലെ എളുപ്പമായിരിക്കും മുഅ്മിനിന്റെ മരണം. എന്നിട്ട് ഏറ്റവും നല്ല മുഅ്മിനുകളുടെ നേതാവായ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാല് പിടച്ചുപോയി. കാല് നിർത്തുന്നു, ചുരുട്ടുന്നു, കൈ ഉയർത്തുന്നു, താഴ്ത്തുന്നു. എൻ്റെ നെറ്റിത്തടമൊന്ന് നനഞ്ഞ തുണി കൊണ്ട് തുടച്ചുകൊണ്ട ഒരു തോൽപാത്രത്തിൽ വെള്ളമുണ്ട് നബി കിടക്കുന്ന സ്ഥലത്ത്. അവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് നബി മുഖം ഇങ്ങനെ തുടച്ചു. സഹിക്കാൻ പറ്റണില്ല ആയിഷാ എന്ന് പറഞ്ഞു അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. പ്രിയപ്പെട്ടവരെ, ഈ മരണത്തിന് നമ്മൾ ഒരുങ്ങിയോ? ഈ മരണത്തിന് നമ്മൾ ഒരുങ്ങിയോ? ഈ ചിന്ത മാത്രമാണ് ഇന്നത്തെ റബീഉൽ അവ്വൽ, ഈ മാസത്തിൽ, ഈ ആഘോഷം നടക്കുന്ന സമയത്ത് എനിക്കും എന്നോടും നിങ്ങളോടും അല്ല, ഈ ഖുത്ബ ഒരുപക്ഷെ ഇനി ഓൺലൈനിലൂടെ കേൾക്കുന്നവരോടുമൊക്കെ ചോദിക്കാനുള്ളത്, ചിന്തിക്കണേ, ആലോചിക്കണേ എന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. എല്ലാ ഖുത്ബയിലും യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുഅ്മിനീങ്ങളെ, മുസ്ലിങ്ങളെ, നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കരുത് കേട്ടോ. അള്ളാഹിനെ കുറിച്ച് നല്ല ചിന്ത. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയവരെ നമുക്ക് ഓർക്കാം. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഉപ്പമാർ, ഉമ്മമാർ പലരും, ജ്യേഷ്ഠാനികന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, മക്കൾ പലരും ഈ മഹല്ല് വിട്ട്, നാട് വിട്ട്, അതേ ഇവിടുത്തെ ജീവിതം അള്ളാഹു അവസാനിപ്പിച്ച് യാത്ര പോയിട്ടുണ്ട്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവർക്ക് മർഹമത്ത് കൊടുക്കുമാറാകട്ടെ. അവരുടെ മരണത്തെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല, നല്ലത് മാത്രം ചിന്തിക്കുന്നു. നമ്മൾ സംസാരിക്കണം, എൻ്റെ ഉപ്പയും മരിച്ചു. നിങ്ങളുടെ കൂട്ടത്തിൽ പലരുടെയും ഉപ്പമാർ, ഉമ്മമാർ ആ മരണത്തിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ തൊട്ടടുത്തുള്ള പള്ളിപ്പടിയിലെ ഖബർസ്ഥാനിൽ തന്നെ നമ്മുടെ മയ്യത്ത് കൊണ്ടുപോകുമെന്ന് ഉറപ്പില്ല. പക്ഷേ നമ്മുടെ പലരും അവിടെയുണ്ട്. ആ ഖബറിൻ്റെ മുന്നിൽ ചെന്നു നിൽക്കണം, കുത്തിയിട്ട ഖബർ കാണണം. അത് മരണബോധമുണ്ടാക്കിത്തരും, മരണബോധമുണ്ടാക്കിത്തരും.
അവരുടെ മരണത്തിൻ്റെ വെപ്രാളം നമുക്കറിയില്ല. അടികിട്ടിയിട്ടാണോ മരിച്ചത് നമുക്കറിയില്ല. അല്ലാഹുവേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് രണ്ട് കൈകളും ഉയർത്തി വിറച്ച് നിന്നോട് പറഞ്ഞത്, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി, റബ്ബേ എനിക്ക് നീ പുറത്തുകൊണ്ട് ഒരു തെറ്റും ചെയ്യാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, നന്നായി ഇസ്തിഗ്ഫാർ നടത്തുക. ഞാനും നിങ്ങളും നമ്മളൊക്കെ മനുഷ്യരാണ്, സാധാരണ മനുഷ്യരാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനല്ല, എന്ന മനുഷ്യനാണ് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെപ്പോലെ വെറും ഒരു സാധാരണ മനുഷ്യനല്ല, മറിച്ച് നമ്മളെക്കാൾ എത്രയോ പ്രത്യേകതയുള്ള മനുഷ്യനാണ്. ജിന്നല്ല, മലക്കല്ല, മനുഷ്യനാണ്. പക്ഷെ നമ്മളെപ്പോലെ ഒരു സാധാരണ മനുഷ്യരുടെ കൂട്ടത്തിൽ എണ്ണാൻ പറ്റുന്ന ഒരാളല്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. നെഞ്ച് പിളർത്തിയിട്ടുണ്ട്, പലതും എടുത്ത് പുറത്ത് കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകന് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞത്, പടച്ചോനെ എനിക്ക് പുറത്തുണ്ട് റബ്ബേ എന്ന് മരിക്കുമ്പോൾ എന്നോട് കരുണ കാണിക്ക റബ്ബേ എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു മരണം നമ്മുടെ മുമ്പിൽ വരാനിരിക്കുന്നു. നമ്മുടെ അവസ്ഥ എന്താകുമെന്ന് ഗൗരവത്തോടു കൂടി നാം ആലോചിക്കണം. ചെറുപ്പക്കാരും യുവാക്കളും ഒക്കെ പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് എത്ര പേരാണ് തളർന്നു വീണ് മരിക്കുന്നത്. ഇങ്ങനെ ഓണാഘോഷത്തിൻ്റെ ഒരു യൂട്യൂബിൽ ഒരു പരിപാടി കണ്ടു. ഇങ്ങനെ സ്റ്റേജിൽ ഡാൻസ് കളിക്കുക, അതിൻ്റെ ഇടയിലുണ്ട് ഒരാൾ വീണ്. കണ്ടോ? ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കണം. ചില ആളുകൾക്ക് ഇതൊന്നും അറിയില്ല. നമ്മളെല്ലാവരും സൗഹൃദവും സ്നേഹമൊക്കെ പുലർത്തേണ്ടവരാണ്. കഴിഞ്ഞ ചിലപ്പോൾ ഖുത്ബയിൽ പറഞ്ഞിട്ടുണ്ടാവും, മനുഷ്യരൊക്കെ സൗഹൃദവും സ്നേഹമൊക്കെ പുലർത്തേണ്ടവരാണ്. പക്ഷേ ആഘോഷങ്ങൾ ഓരോന്നും കടന്നു വരുമ്പോൾ, ഇപ്പം ക്രിസ്തുമസ് എന്താ? അത് യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനാഘോഷിക്കലാണ്, അവരുടെ നബിദിനാഘോഷമാണ്. അതുകൊണ്ട് നമ്മളാരെങ്കിലും പങ്കെടുക്കാറില്ല. എന്താ കാരണം? അങ്ങനെ ഒരു ബർത്ത്ഡേ ഇസ്ലാമിലില്ല, അല്ലേ? അതുപോലെ പ്രിയപ്പെട്ടവരെ, ഈ റബീഉൽ അവ്വൽ നബിദിനാഘോഷത്തിൽ നിന്ന് എന്തിനാ മാറി നിൽക്കുന്നത്? അതൊരു ഇസ്ലാമിൽ കടത്തിക്കൂട്ടിയ ഒരു ആചാരമായതുകൊണ്ടാണ്. നമുക്ക് ഹൈന്ദവരുടെ വീട്ടിലും ക്രൈസ്തവരുടെ വീട്ടിലൊക്കെ ചെല്ലാം, ഭക്ഷണം കഴിക്കാൻ പോലെ നമ്മളെ വീട്ടിൽ വരാം. പക്ഷെ ഒരു പൂജയുടെ ഭക്ഷണം നമ്മൾ കഴിക്കൂല. അപ്പോൾ ഓണാഘോഷം എന്താണ്? നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും, അല്ലേ? അതൊന്നും ആളുകളതിനെ കുറിച്ച് പഠിക്കണമെന്നില്ല. തൃക്കാക്കര അപ്പനെയോ അപ്പൂപ്പനെയോ അത് വീട്ടിൽ വരണമെന്ന് ആഗ്രഹിച്ച് പ്രത്യേകമായ പൂജാകർമ്മങ്ങളോടുകൂടി നടത്തേണ്ട ഒന്നാണ് സത്യത്തിൽ ഓണാഘോഷം. ഞാൻ പറയണതല്ല, സ്വാമിമാർ, വലിയ വലിയ ഹൈന്ദവ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. യൂട്യൂബിലൊക്കെ കയറി നിങ്ങൾ പരിശോധിച്ച് നോക്ക്. വലിയ ഹിന്ദു പണ്ഡിതന്മാർ പറയാണ്, മുസ്ലിങ്ങളെ ഇത് ഞങ്ങളുടെ ആഘോഷമാണ്, ഞങ്ങൾ പൂജിക്കുന്ന ആഘോഷമാണ്. അല്ലാതെ നിങ്ങൾ വിചാരിക്കണ പോലെ സാധാരണ ആളുകൾ ഇങ്ങനെ പലതും പറഞ്ഞ് ഒരു ഓണാഘോഷം അല്ലെങ്കിൽ ഒരു ഓണ വെക്കേഷൻ സമയത്ത് പല ഏർപ്പാടും നടത്തും. അതുപോലെയല്ല, ഈ ആഘോഷത്തിൻ്റെ മർമ്മം എന്താണ്? അതൊരു പൂജയുമായി ബന്ധപ്പെട്ടതാണ്, ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഐതിഹ്യങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും ഒരു മുസ്ലിമിന് പാടില്ല എന്ന് പറയുമ്പോൾ അതിൽ തെറ്റിദ്ധാരണയോ വർഗീയതയോ വിദ്വേഷമോ നമുക്കുണ്ടാകാൻ പാടില്ല. തിരുത്തി കൊടുക്കേണ്ടവരാണ് നമ്മൾ എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ചേർത്തി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് ഹക്കായ രീതിയിൽ, ഏറ്റവും ഹക്കായ രീതിയിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു തആല നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ.